എന്ന് പറയുന്നതായിരിക്കും ശരി. എന്റെ ഗൗരിക്കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടി. അവള് പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ഒച്ചടോ ആരാണ്? ഏത് കുഞ്ഞു വാവേനെയാണ് നമ്മൾ കാണുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള അല്ല കത്തി നിന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണിത്. അത്യാവശ്യം ഒരുവിധം പേരൊക്കെ ഇതെടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. കുറേ പേര് സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ആക്കി കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല, പിന്നെയല്ലേ മനസ്സിലായ നമ്മുടെ പൾസർ സുനിയാണ് ചേട്ടനാന്നുള്ളത്. എന്തായാലേ ആ ലുക്ക്, ആ നിഷ്കളങ്കത, ആ ചിരി, ആ അഭിനയം. അപ്പം ഈ ഒരു പീസ് ഞാൻ എടുത്തു വെച്ചത് ഒരിക്കലും ദിലീപിന്റെ സുഹൃത്താണ് പൾസർ സുനി, അല്ലെ ദിലീപിന് പണ്ട് തൊട്ടേ അറിയുന്ന വ്യക്തിയാണ് പൾസർ സുനി എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി സിനിമ ഫീൽഡുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും പണ്ട് തൊട്ടേ സിനിമയും സിനിമാക്കാരും ഒക്കെ ആയിട്ട് ഒരു കോണ്ടാക്റ്റോ അല്ലെ അതിൽ ചെറിയ ചെറിയ അട്ടുമുട്ട് തടക്ക് രീതിയിലുള്ള പണികൾ കാര്യങ്ങൾ ചെയ്ത് നിന്ന് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഈ കേസിൻ്റെ ഒരു ആരംഭം. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. നാളെ നമ്മളുടെ ആക്ടർ ദിലീപിൻ്റെ മൂവിയുടെ റിലീസാണ്. ഈ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോൺട്രവേഴ്സികൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പമുള്ള ടീമെല്ലാം കൂടെ ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സിനിമ ആൾക്കാർ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ കാണൂല, എന്തിനാണ് ഞങ്ങൾ സിനിമ കാണുന്നത്, ഇവനൊരു ക്രൂരനാണ്, അല്ലെങ്കിൽ ഇവൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം ഇവൻ ലാലേട്ടനൊക്കെ ആ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്ത സമയത്ത് ലാലേട്ടനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ കുറേ സാധനങ്ങൾ അതിജീവിതയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ദിലീപിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ ഇതിനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ജനങ്ങളുടെ ജനപ്രിയ നടൻ്റെ ഒരു തിരിച്ചു വരവാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം. നാളെ റിലീസാണ്, നാളെ ടിക്കറ്റ് ഫുള്ള് ഹൗസ്ഫുള്ളാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഈവൻ ട്രെയിലറൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക എന്തായാലും മാസ് പടം തന്നെയായിരിക്കും, കത്തിക്കേറും ജനങ്ങളുടെ ഇടയിൽ എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പം ഇപ്പം കറൻ്റ്ലി വന്നിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാം. താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചില്ല. ബബ്ബയുടെ പോസ്റ്റർ പങ്കുവെച്ച മോഹൻലാലിനെ വിമർശിച്ച് ഭാഗ്യലക്ഷ്മി. അപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് തൊട്ടിട്ട് ദി എൻഡ് വരെ നമ്മളുടെ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നടി അല്ലെങ്കിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. ഈവൻ അതിജീവിതയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കമ്പനിയായി നിൽക്കുന്ന ഈവൻ മഞ്ജു വാര്യർ വരെ ഈ വിഷയത്തെ കുറിച്ചിട്ട് അധികം ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ടടത്തും വേണ്ടാത്തടത്തും മീഡിയയിലും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലും അല്ലെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയും അതിജീവിതയ്ക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി. നല്ലതാണ്, ശരിയാണ്. ഈവൻ ഞാനും പറഞ്ഞിരുന്നു, പല ആൾക്കാരും സപ്പോർട്ടാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുക എന്നല്ലാണ്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ബോൾനെസ് കാണിച്ചിട്ടില്ല. പക്ഷേ ആ ബോൾനെസ് കാണിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ആര് എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി. എന്നാൽ ഭാഗ്യലക്ഷ്മി ചെയ്ത ഈ ഒരു കാര്യത്തിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഞാൻ ഫസ്റ്റ് തൊട്ടിട്ട് അതിജീവിതയുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ വരെ ഞാൻ അതിജീവിതയുടെ സൈഡിൽ നിൽക്കുന്ന ആളാണ്. എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് സൈഡിൽ 75% പോസിറ്റീവ് കമൻസ് ആണെങ്കിൽ 25% എനിക്കുള്ള ചീത്തവിളികളാണ്. ഇതൊക്കെ കേട്ടിട്ടും ഞാൻ അതിജീവിതയുടെ സൈഡിലാണ് നിന്നിട്ടുള്ളത്. ഞാൻ അന്നും ഇന്നും പറഞ്ഞത്, തെറ്റ് ചെയ്തവരാരാണോ അവർ പണിഷ് ചെയ്യണം. അതിന് എന്തിൻ്റെ പുറത്തും, പണത്തിൻ്റെ പുറത്തും പ്രൗഢിൻ്റെ പുറത്തും അഹങ്കാരത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിലുമുള്ള ഒരു എന്താ പറയുക, എൻ്റെ എക്സാക്ട് വാക്ക് എന്താ, എല്ലാത്തിലും ഇടപെടാനുള്ള ഒരു കഴിവിൻ്റെ പുറത്തും ഒരാളും രക്ഷപ്പെടരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സാധനത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലോ അല്ലെങ്കിൽ ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കും, ഞാനതാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ ഞാനൊരു റീൽസ് കാണാനിടയായി. റീൽസ് എന്താണെന്ന് വെച്ചാൽ, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ദിലീപിൻ്റെ മൂവി
ഇട്ട സമയത്ത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുറേ സ്ത്രീകൾ എന്താണ് ഈ മൂവി ഇടണ്ട, അല്ലെങ്കിൽ ഈ മൂവി ഇനി കാണിക്കണ്ട, അല്ലെങ്കിൽ ഇത് കാണാൻ മാത്രമുള്ള മൂവി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. അതേ സമയം തന്നെ ഞാൻ വേറൊരു ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. ഇതൊരു കോളേജിലെ കുട്ടികളെല്ലാവരും കൂടെ അവരുടെ കോളേജിൽ CID മൂസ എന്ന് പറയുന്ന സിനിമ ഇട്ടിട്ട് അവരെ എൻജോയ് ചെയ്ത് കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സിനിമേനെ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാണ്. അപ്പോൾ അതിനെ എൻ്റർടൈൻമെൻറ്റ് തലത്തിൽ മാത്രം കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ബബ്ബബ്ബ എന്ന് പറയുന്ന ദിലീപിയുടെ ഒരു മൂവി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ മൂവീനെ മൂവിയായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് മൂവിയും കേസും ഇൻക്ലൂഡ് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ആ സിനിമേൻ്റെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പല ടീമുണ്ട്. സിനിമാറ്റോഗ്രാഫർമാർ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ടീം, അല്ലെങ്കിൽ ഫുഡിൻ്റെ ടീം, അല്ലെങ്കിൽ ടെക്നിക്കൽ ടീം, ഡ്രസ്സിങ് ടീം, ഇങ്ങനെ ഒരു മാസ് ഓഫ് ആൾക്കാർ ഈ ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു സിനിമ കാണുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം എത്രയൊക്കെ ആണെങ്കിലും സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനുള്ള ഒരാളാണ്. അപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിനിമ എടുക്കുന്നു, കാണുന്നു, ഇത്രയേ ഉള്ളൂ. വേറെ മീനിങ് ഒന്നുമില്ല. നിങ്ങൾ ദിലീപിൻ്റെ സിനിമ കണ്ടതിൽ കൂടെ എന്തൊക്കെയൊക്കെയോ ഉയർത്തി വരിക, അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമ കണ്ടു എന്ന് കരുതിയിട്ട് അയാൾ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ അയാൾ തെറ്റുകാരനാണ്, അല്ലെങ്കിൽ അയാളുടെ തെറ്റെല്ലാം മാഞ്ഞു പോയി, ജനങ്ങളെല്ലാം അയാളെ സ്വീകരിച്ചു, അങ്ങനത്തെ അർത്ഥമൊന്നുമില്ല. അങ്ങനത്തെ അർത്ഥം കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മൂവി എന്നാണെങ്കിൽ നിങ്ങൾ കാണണ്ട. കാണുന്നവർ കണ്ടോട്ടെ, കേൾക്കുന്നവർ കേട്ടോട്ടെ, അങ്ങനെ കരുതിയാൽ മതി. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് കരുതി എല്ലാവരും എൻ്റെ അതേ പ്ലോട്ടിൽ വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ പറയാം. അതുപോലെ ബബ്ബബ്ബ സിനിമ ഇറങ്ങുമ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ, കാണാൻ ഇഷ്ടമുള്ളവർ കാണണ്ട. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഒരു പോസ്റ്റർ ഇട്ടതിന് ഇത്രമാത്രം കുറ്റം പറഞ്ഞേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആൻഡ് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിമിനൽ ആണല്ലേ, പുള്ളിക്കാരൻ തെറ്റ് ചെയ്തു എന്ന് ലീഗലി തെളിയിച്ചിട്ട് ആണ് ഈ പോസ്റ്റർ ഷെയർ ചെയ്യുന്നതെങ്കിൽ പറഞ്ഞാൽ പിന്നെയും സത്യമുണ്ട്. ഇവിടെ റിയാലിറ്റികളും അല്ലെങ്കിൽ ഇവിടെ പല ആൾക്കാരും പറയുന്നതും അതിജീവിതയുടെ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ദിലീപിന്റെ സൈഡിൽ നിൽക്കുന്നത്, ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ലീഗലി തെളിയാത്തിടത്തോളം കാലം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യും. ഇപ്പം ഈ ലീഗലി തെളിഞ്ഞ ആൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയം ലാലേട്ടൻ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഓഫ് കോഴ്സ് പറയാം. ഇവിടെ നിയമപ്രകാരം പുള്ളിക്കാരൻ തെറ്റല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്നതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പേഴ്സണൽ അഭിപ്രായം മറ്റൊരാളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും താല്പര്യമില്ല. അപ്പം ഞാൻ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഈ പോസ്റ്റർ കണ്ട സമയത്ത് എനിക്കിത് പറയണം തോന്നി. മേ ബി കുറേ ആൾക്കാർ ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഉണ്ട്, നീ ഇത്രയും കാലം ദിലീപിന് അഗെയിൻസ്റ്റ് നിന്ന് ഇപ്പം നീ എന്താ സപ്പോർട്ട് ചെയ്ത്? അങ്ങനെയൊന്നുമില്ല. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അദ്ദേഹം അഭിനയിച്ച പടം അത് കാണാം, കാണണ്ട, കാണേണ്ടവർ കണ്ടോട്ടെ, കാണണ്ടാത്തവർ കാണണ്ട. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കോൺട്രവേഴ്സിനെ ചുറ്റിപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിലീപ് കുറേ കാലം ജയിലിൽ നിന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു 80-85 ദിവസം കാലം ജയിലിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം വന്ന ഫസ്റ്റ് മൂവി ഉണ്ടായിരുന്നു, രാംലീല എന്നാണ് ആ മൂവിയുടെ പേര്. ആ മൂവിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആര്? നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി. ഇത്രയും കുറ്റം പറഞ്ഞിട്ടുള്ള ആൾ എന്ത് ചെയ്യണമായിരുന്നു? അതിൽ നിൽക്കരുതായിരുന്നു. ആ ഒരു ഫിലിമിൽ ഡബ്ബ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഫിലിമിൽ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം ഈ ഒരു സിനിമേൻ്റെ പോസ്റ്റർ ലാലേട്ടൻ ഷെയർ ചെയ്തതിന് കുറ്റം പറയുന്നത്. ഇപ്പം നമ്മുടെ തോളിലൊന്ന് വെച്ചിട്ടാണ് അപ്പുറത്തോൻ്റെ തോളിലുള്ള ഒരെണ്ണം ചാടിക്കയറി പിടിക്കുന്നേ എന്ന് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ കാണാനുണ്ട്. അത് ഡയറക്ടർ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. രാമലീല റിലീസ് വന്നപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി.
അങ്ങനെയൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാണ് അവിടെ പോയിരുന്നുണ്ട് ഈ സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം? അതൊക്കെ ഒരു മോശമാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ലല്ലോ സിനിമ. ഈ ഒരു സാധനത്തിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അത്രമാത്രം അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയിൽ ഡബ് ചെയ്യാൻ പോകരുതായിരുന്നു. ഡബ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ക്യാഷും കാര്യങ്ങളെല്ലാം വാങ്ങി നിന്നിട്ട് ആ സിനിമ ആരും കാണാൻ പോകരുത് എന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അത്ര സ്ട്രോങ് ആയി നിൽക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഡബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ പേയ്മെൻറ്റ് തിരിച്ചു കൊടുത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് പകരം വേറെ ആരെങ്കിലും കൊണ്ട് നിങ്ങളത് ചെയ്യിപ്പിച്ചോളൂ എന്ന് പറയാനുള്ള ഒരു സ്ട്രോങ്നെസ് അല്ലെ ബോൾഡ്നെസ് കാണിക്കണമായിരുന്നു. കാരണം വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീ തന്നെയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആൾ. അപ്പം താൻ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്നും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണെന്നും പറയുന്നത് ഏത് തരത്തിലുള്ള ചിന്താഗതിയാണ് എന്നുള്ളത് എനിക്കറിയില്ല. മാത്രമല്ലല്ലോ ഇപ്പം ദിലീപിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റക്കാരനല്ല, കുറ്റാരോപിതനാണ്. അത് തെളിയിക്കട്ടെ. അത് തെളിയിച്ച് കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്കും പറയാം കുറ്റക്കാരനാണെന്ന്, കോടതി പറയട്ടെ, അപ്പം നമ്മളും പറയാം. അല്ല ചുമ്മാ അയാളുടെ തലയിൽ ഒരു കാര്യം അടിച്ചേൽപ്പിച്ചിട്ട് ഇയാളാണ് എന്നും പറഞ്ഞ് അയാളെ അങ്ങ് സമർത്ഥിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും സിനിമയിലുള്ളവരെങ്കിലും അതിനെ മനസ്സിലാക്കണം. കുറേ പേരിരുന്ന് പറയുന്നുണ്ട് സിനിമയിൽ അയാളോട് വിരോധമുള്ള കുറേ ആൾക്കാർ ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ചാനലിലിരുന്ന് ചർച്ചയിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് ദിലീപിനെതിരെ. നമ്മളാരും ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടില്ല. അവസാനം ദിലീപിനെ വിട്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം ഇവിടെ കറണ്ട്ലി ഇപ്പോൾ റിയാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും കേട്ട തെളിവുകൾ കൊണ്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഈ പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തെളിവുകളോ കോടതി ഈ പെർട്ടിക്കുലർ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോ പറഞ്ഞിട്ടില്ല. ആ പറയാത്തിടത്തോളം കാലം സിനിമാ ലോകത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ ദിലീപ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ കൂടെയുള്ള വ്യക്തികളോ ഒരിക്കലും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ദിലീപിന് എഗെയിൻസ്റ്റ് നിൽക്കില്ല. അത് തന്നെയാണ് ഈ പർട്ടിക്കുലർ ആളും പറഞ്ഞിട്ടുള്ളത്. കുറ്റാരോപിതൻ അല്ലെങ്കിൽ അത് അന്ന് കുറ്റാരോപിതൻ, ഇപ്പം കുറ്റമൊന്നും ചെയ്തിട്ടില്ല തെളിയിച്ചവൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ കരുതുക, നമ്മളിനി എത്രയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു 100 വീഡിയോ ഇട്ടാലും എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങളൊരു 200-300 കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിലും കോടതി വിധിയാണ് ദ ഫൈനൽ. കോടതി വിധി മാറ്റി അതിന് വേറെ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലോട്ട് പോകുമ്പം കുറച്ചും കൂടെ ഇവിടെ എന്താ ചെയ്യേണ്ടേ എന്ന് വെച്ചാൽ പോലീസുകാർ കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നന്നായിട്ട് തെളിവ് കാര്യങ്ങൾ അങ്ങ് കളക്ട് ചെയ്യുക. ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ കോടതി ചോദിക്കുന്നൊരു ചോദ്യം എവിടെ തെളിവ് എന്ന്. അപ്പോൾ വേണ്ട തെളിവ് അങ്ങ് കോടതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കോടതി കുറച്ച് നേരം അവിടെ എന്ത് ചെയ്യും, ഈ തെളിവുകൾ വെച്ചിട്ടൊരു തീരുമാനം എടുക്കും. തെളിവുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ വ്യക്തി ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്തു വന്നിട്ടുള്ളത്. സോ അന്നും ഇന്നും ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കണ്ടുപിടിച്ച് തെളിയിച്ച് കഴിഞ്ഞ് ഈ പർട്ടിക്കുലർ വ്യക്തി ഇതാണെന്ന് അറിഞ്ഞാൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് മാറും. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ലാലേട്ടനല്ല മമ്മൂട്ടിയല്ല എല്ലാവരും ഇങ്ങനത്തെ പോസ്റ്റ് എന്ത് ചെയ്യും, ഇട്ടുകൊണ്ട് നിൽക്കും. ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എൻ്റെ ആ പടം കട്ട് ചെയ്തു, എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യം, അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് മനുഷ്യ സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു ക്രൂരതയിലേക്ക് പോകും എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമാ മേഖലയിലുള്ള പണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഭാഗ്യലക്ഷ്മി കൊടുത്തിട്ടുള്ള ഒരു റെസ്പോൺസാണ്. അതിലാൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ അതിജീവിതയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അതിജീവിതയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ദിലീപ് എന്ത് ചെയ്തിട്ടുണ്ട്, മുടക്കിയിട്ടുണ്ട്. അത് ദിലീപ് അതിജീവിതേൻ്റെ അടുത്ത് മാത്രമല്ല, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നും ദിലീപ് മാത്രം ഫ്രണ്ടിൽ നിൽക്കണം, ബാക്കിയുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്യരുത്, ഫ്രണ്ടിലോട്ട് നിൽക്കരുത്. ഇന്ന് ഒരുവിധം ആക്ടർമാർ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാലം ഒതുങ്ങിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സിനിമ വാണരുളുന്ന വ്യക്തി ദിലീപ് എന്നുള്ളത് പല ഇൻ്റർവ്യൂസിനും പല ആൾക്കാരും ഭയങ്കര ക്ലിയർ കട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ദിലീപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കൃത്യം ദിലീപ് ചെയ്യില്ലായിരുന്നു അല്ലെ ചെയ്യുമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പണ്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്.
ആൻഡ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നു എല്ലാ തെറ്റും ചെയ്തിട്ടുള്ളത് ദിലീപാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കരുത്. സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു ബോധ്യവും തിരിച്ചറിവും ഉണ്ടാവണം. കാരണം ആദ്യം അങ്ങനെ പറഞ്ഞ് ഇന്നത് മാറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പീസും പഴയ പീസും എല്ലാ പീസുകളും എടുത്തു വെച്ച് വരുന്നത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയും എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയില്ലായിരുന്നു, ഞാൻ കേട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ അതിജീവിതനോട് അടുത്തത്, അപ്പോഴാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇവിടെ പേഴ്സണലി എനിക്ക് ഒപ്പോസിഷൻ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ എന്ന് പറയുന്ന വലിയൊരു എൻ്റർടൈൻമെൻറ്റ് സാധനത്തിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊണ്ടുവന്ന് സിനിമ ഒരിക്കലും റീച്ച് ആവരുത്, ഒരിക്കലും കയറരുത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് പറയുകയും, എന്നാൽ ആളും തുടക്കകാലങ്ങളിൽ ഇതേ സ്റ്റാൻഡിൽ നിൽക്കുകയും തുടക്കകാലങ്ങളിൽ അഭിനയിച്ച അതേ പടത്തിൽ കയറി ഡബ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതാ പറഞ്ഞത്. നമ്മളെ സ്റ്റാൻഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്റ്റാൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി കളിക്കുകയാണെങ്കിൽ അത് നല്ല പ്രശ്നമാണ്. ആൻഡ് ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. അന്നത്തതും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു? വിധി വന്ന അന്നാണ് ഈ പോസ്റ്റർ ഇട്ടതെങ്കിൽ വിധിയിൽ കുറ്റക്കാരനല്ല എന്ന് വന്നതുകൊണ്ടാണ് ആ പോസ്റ്റർ ഇട്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, വിധിയിൽ കുറ്റക്കാരനല്ല എന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ പോസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വില്ലനിസം തീർക്കാത്തത് കോടതിയുടെ. കാരണം ഈ കേസ് ഇവിടെ തീരുന്നില്ല. ഇനി എന്തായാലും മുകളിൽ ഹൈക്കോടതിയിലോട്ട് പോകും. ഹൈക്കോടതിയിലും ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ കുറച്ചും കൂടെ പോലീസ് ഫോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് ആണെങ്കിലും കുറച്ചും കൂടി ഈ കേസിനെ കുറച്ചും കൂടി ഡീപ്പറായി സ്റ്റഡി ചെയ്ത് വേണ്ട പ്രൂഫ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ എന്തായാലും അയാൾ ശിക്ഷിക്കപ്പെടും. അപ്പം അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്, തെറ്റുണ്ടെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാൻ. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ സ്പീച്ച് നടത്തിയോണ്ട് കാര്യമല്ല. ഈവൻ അതിജീവിതയാണെങ്കിലും അതിജീവിതനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വേറെ ആക്ട്രസ്മാരാണെങ്കിലും അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വേറെ ഈ മീഡിയക്കാരാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും ഇവരൊന്നും ഇപ്പം ഈ വിഷയവുമായിട്ട് അധികം റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം. അപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും? കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. അവൾ തയ്യാറെടുക്കുകയാണ്. ഈ ഇമോഷൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിജീവിതം എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം തുടക്കം തൊട്ടിട്ട് അതിജീവിതയുടെ സൈഡ് പിടിച്ചിട്ടുള്ള ഒരേ ഒരാൾ മേ ബി ഞാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി ഞാൻ കാണുന്ന എല്ലാ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കുറച്ചും കൂടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ആളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ വിഷമവും സങ്കടവും മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നീതി കിട്ടാൻ വേണ്ടി ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ മീഡിയയിൽ വന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിജീവിതയ്ക്ക് തന്നെ എഗെയിൻസ്റ്റ് വരികയാണ്. ഇവൺ ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഡബിൾ സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ ആൾ പല സിറ്റുവേഷനിലും വന്ന് ഒരു പ്രശ്നമില്ലാത്ത ലാലേട്ടനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് വന്ന് പറയുന്ന കുറേ സ്റ്റാൻഡുകൾ, ഇതൊക്കെ അതിജീവിതയ്ക്ക് ഹെയ്റ്റ് പോകുന്ന ഒരു കാര്യമാണ്. ഇവൻ ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും സിനിമയായി കാണുന്ന വ്യക്തികളാണെങ്കിലും ഇവർക്കൊന്നും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഇത് ഹെയ്റ്റ് ആയിട്ട് പോവുക ആർക്കാണ്? ഈ അതിജീവിതയ്ക്കാണ്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഹെയ്റ്റ് ദയവ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. മീഡിയക്കാർ വരും, ചോദിക്കുക, അതിനനുസരിച്ച് ഇങ്ങനെ ഘോര പ്രസംഗിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ള സപ്പോർട്ടും കൂടെ കുറയുമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അടുത്ത ഒരടി മുമ്പോട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൾ. അത്
ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. ഈ കഴിഞ്ഞ 8-ാം തീയതി മുതൽ ഇന്നലെ രാത്രി വരെ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് ഏകദേശം എഴുതി കഴിഞ്ഞു, പുറത്തേക്ക് വിടാൻ പോവുകയാണെന്ന്. ഇത് പലരും വിചാരിക്കുന്നുണ്ട് ഈ വന്ന വിധിയോടുകൂടി അവൾ തളർന്നു, ഇനി അവൾ മുൻപോട്ടില്ല എന്ന്. ഒരു ഇഞ്ച് പോലും അവൾ തളർന്നിട്ടില്ല. അതിശക്തമായി തന്നെ മുൻപോട്ട് അവൾ സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ ഒരാളും അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഒരാളും അങ്ങനെ വിചാരിക്കില്ല, ഒരാളും അതിനു വേണ്ടി നിൽക്കില്ല. അവൾക്കൊപ്പം എന്ന് പറയുന്ന ഹാഷ്ടാഗോട് കൂടി ഇന്ന് അത്രയും ആൾക്കാർ ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എൻ്റെ വീഡിയോകളിൽ വരുന്ന പല കമൻറ്റുകളും കാണുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് പേര് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന സമയം എവിടെയാണ് ആൾ തളരുക? ഒരിക്കലും തളരാൻ പാടില്ല. തളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പം 6-7 കൊല്ലം കഴിഞ്ഞു. ഇനി തളരുകയല്ല, ഇനി നമ്മളുടെ സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കണം, സത്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. സത്യം തെളിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പുറകെ ചുറ്റി വലിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. അതിന് ഒരിക്കലും ഒരു തരത്തിലും വിഷമിക്കേണ്ടയോ സങ്കടപ്പെടേണ്ടയോ ആവശ്യമില്ല. നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്, എല്ലാവർക്കും കിട്ടേണ്ട സാധനമാണ്. നീതിൻ്റെ മുകളിൽ ഒന്നും പറക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നീതി കിട്ടുക തന്നെ ചെയ്യും. ഏതറ്റം വരെ അവൾ പോകും. ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, ഇതിനപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന രീതിയിലാണ് അവളിപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പീൽ പോയിരിക്കും. അപ്പീൽ ഉറപ്പായിട്ട് പോകുമെന്നുള്ളത് അന്ന് തന്നെ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ഔദ്യോഗികമായി അവൾ തന്നെയാണ് ഞാൻ ഇനി മുൻപോട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയേണ്ടത്. ഞങ്ങളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീൽ പോകും, നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകും. അവളെ തളർത്താമെന്ന് ഈ PR വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട. ഏതറ്റം വരെയും പോകും. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ശിക്ഷകളും കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മളെല്ലാവരും. സത്യമാണ്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഈ അറ്റ് ദ സെയിം ടൈം അവൾക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുന്നുണ്ട്. ഈവൻ എൻ്റെ വീഡിയോൻ്റെ താഴെ, ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ എനിക്ക് വന്ന കമൻ്റാണ് അതിജീവിത കിണ്ടി അവക്കൊക്കെ ഇപ്പം ആരാ ഉള്ളതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. ഞാൻ പിൻ ചെയ്യണമെന്ന് കരുതി, പിന്നെ ഞാൻ കരുതി വേണ്ട, കാരണം ആ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ നല്ല രീതിയിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന, ഹെയ്റ്റിലോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആടിനെ പിടിച്ച് പുലിയാക്കുന്നവരുണ്ട്, പുലീനെ പിടിച്ച് ആടാക്കുന്നവരുണ്ട്. ഒരു മനുഷ്യനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളുണ്ട്. ഈ കേസിനെ തന്നെ കീറി മുറിച്ച് വേണ്ടാത്ത രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ PR-ന്റെ പുറത്താവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായമാണ്. ഇപ്പോൾ PR-ന്റെ പുറത്താണെന്ന് പറഞ്ഞാൽ എന്നോട് വരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ നീ PR-ന്റെ പുറത്താണോ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ PR ആവാം, അഭിപ്രായമാവാം, എന്തുമാവാം. എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്നതും ഈ ചെയ്യുന്നതും ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഒരഭിപ്രായമാണ്. വ്യക്തികളുടെ അഭിപ്രായം നോക്കി നമുക്കൊരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം അനുഭവിച്ചത് അതിജീവിതയാണ്. ഇവിടെ നീതി കിട്ടേണ്ടത് അതിജീവിതയ്ക്കാണ്. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളോ ചുറ്റുമുള്ള വർത്തമാനങ്ങളോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിജീവിത സ്വന്തം ഫേസ് ഫ്രണ്ടോട്ട് നോക്കി പോവുക. അതിജീവിതയ്ക്ക് സപ്പോർട്ടായിക്കൊണ്ട് കുടുംബം കൂടെയുണ്ട്. അതിലും വലിയൊരു സപ്പോർട്ട് നമുക്ക് ഈ ലോകത്ത് വേറെ ഒരാളുടെ കയ്യിലും കിട്ടില്ല. ഇനി ആരൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ കുടുംബം നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടി ഫ്രണ്ടോട്ട് അപ്പീൽ പോവുക. അപ്പീൽ പോകുന്ന സമയം ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വളരെ ജെനുവിനായിട്ട്, ട്രൂ ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിനെ കൂടെ തന്നെ മുകളിലിരുന്നിട്ട് തീരുമാനം എടുക്കുന്ന ജഡ്ജി ആണെങ്കിലും കുറച്ചും കൂടെ ട്രൂത്ത്ഫുൾ ആയിട്ട് അല്ലെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുക. ഇപ്പോൾ ഈ 8.5 കൊല്ലം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അയാൾ ചെയ്ത ക്രൈംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. കാരണം നിങ്ങളിപ്പോൾ എല്ലാവരും 7-ാം പ്രതി 8-ാം പ്രതി പോട്ടെ എന്നല്ലേ പറഞ്ഞു, പോട്ടെ, ബാക്കി 6 എണ്ണങ്ങളുണ്ടല്ലോ.
അവർക്ക് കൊടുക്കേണ്ട നമ്മൾ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇനിയും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും. ഇവരെ കണ്ട് വളരുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതൊക്കെ ഹീറോയിസമായി കാണുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത്രയും തെറ്റ് ചെയ്തിട്ടും അവൻ്റെ കൂടെ ഫോട്ടോ ഇടുന്ന, അവൻ്റെ കൂടെ റീൽസ് ഇടുന്ന, അവൻ ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആക്കുന്ന, അവന് പൂ ഇട്ടുന്ന, അല്ലെ അവൻ വരുമ്പോൾ അവനെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എനിക്കത് പറയാൻ പറ്റുന്നത് ആ മറ്റേ മസ്താനിയാണോ, എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് കിട്ടുന്നില്ല, ഒരു സവാദ് എന്ന് പറയുന്ന പെൺകുട്ടീൻ്റെ അടുത്ത് മോശമായി പെരുമാറുന്നവൻ. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം പൂമാല ഇട്ടിട്ടാണ് അവനെ സ്വീകരിച്ചുകൊണ്ട് പോയത്. അതിന് ശേഷം അവൻ്റെ ഇതേ സ്വഭാവത്തിൻ്റെ 2 കേസ് വന്നു. ഈ പൂമാല ഇട്ടവന്മാരൊക്കെ എവിടെ പോയി? അപ്പം അതാ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കുറേ സ്വീകരണങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു വളരുന്ന ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം ഇതൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കീഴിൽ അങ്ങ് വീണുപോകും. അത് ഇനി ഈ ലോകത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ഒട്ടും സേഫ് അല്ല. ഓക്കെ, ദിലീപിന് അതിജീവിതയുമായി ശത്രുതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ നൽകിയ മൊഴികൾ, ആ മൊഴിയെ സാധൂകരിക്കണമെങ്കിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ ചില മൊഴികളാണ്. അതായത് കാവ്യ മാധവനും അതിജീവിതയും ദിലീപും ഒന്നിച്ച് അമേരിക്കൻ യാത്രയും അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രയും നടത്തിയ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് താരങ്ങളുടെ മൊഴി അതിൽ അതിനിർണായകമായിരുന്നു. പക്ഷേ അവരാരും ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബസ്സിൽ വെച്ച്, താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി. അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് തനിക്കും കാവ്യയ്ക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യരോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ മാറ്റി പറയില്ല, അത് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും, അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി നൽകിയിട്ടില്ല. അതായത് അതെങ്ങനെയാ നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ഏകദേശം തീരുമാനമാവില്ലേ? അതുകൊണ്ടായിരിക്കും അവർ നൽകാത്തത്. അല്ലെങ്കിൽ അവരല്ലേലോ ഇത് അനുഭവിച്ചേ, അപ്പോൾ അവർ നൽകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സംഭവം ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിലൊക്കെ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദിലീപിന് കാവ്യയായിട്ടുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിക്കുന്നത് അതിജീവിതയാണ്. അപ്പോൾ അതിജീവിതേൻ്റെ അടുത്ത് ദിലീപ് ഓൾറെഡി വന്നിട്ട് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഒരു അമേരിക്കൻ യാത്രക്കിടയിൽ ദിലീപ് വന്ന് അതിജീവിതേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ഈ കാര്യം മാറ്റി പറയണം, മാറ്റി പറഞ്ഞില്ലെങ്കിൽ നീ എന്തായാലും അനുഭവിക്കും എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളായി എന്നാണ് പറയുന്നത്. ഈ വാഗ്വാദങ്ങൾ കണ്ടുകൊണ്ടിട്ട് അന്ന് കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പോയിന്റ് അതിജീവിത വന്നിട്ട് കോടതിയിൽ പറയുകയാണ്, ഇങ്ങനെ ഒരു സാധനം എൻ്റെ അടുത്ത് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പോലും അന്ന് കൂടെ യാത്ര ചെയ്ത വ്യക്തികളിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിൽ തെളിവായിരുന്നു എന്ന് പറയാൻ അവർ തയ്യാറായില്ല എന്നാണ് ആര് പറയുന്നത്? ഈ കോടതി പറയുന്നത്. അപ്പോൾ കോടതിനെ സംബന്ധിച്ച് ഫൈൻ, കോടതിക്ക് അവിടെ തെളിവ് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അതെ ആ സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അതൊരു പോയിന്റ് ആക്കി എടുക്കാം. ഒരാളും പറയുന്നില്ലെങ്കിൽ കോടതിക്ക് ഇതൊരു പോയിന്റ് ആക്കി എടുക്കാൻ പറ്റില്ല. ഇവിടെ 2 സംഭവം, ഒന്നെങ്കിൽ പേടിച്ചിട്ടായിരിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത്. അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് പവർഫുൾ ആയതുകൊണ്ടല്ലേ. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ആരെങ്കിലും പേടിക്കുമോ? ഇല്ല. പകരം ഇത്രത്തോളം പേടിക്കുന്നുണ്ടെങ്കിൽ ആൾ വളരെ പവർഫുള്ളാണ്, ആൾ വളരെ സ്ട്രോങ് ആണ്, ആൾ വളരെ ബോൾഡാണ്, ആൾക്ക് എഗെയിൻസ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഈ പേടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നോ? ഞാനെന്താ പറഞ്ഞു, ഇവിടെയുള്ള ഈ ആൾക്കാർക്കൊന്നും അതിജീവിതം അനുഭവിച്ച് ഈ കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇമോഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത്. കൂടെ നിന്നുകൊണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന ടീമാണ് റിമി ടോമി, ഇവരൊന്നും ഈ ഒരു സാധനത്തിന് സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അഭിപ്രായം പറയില്ല. പക്ഷെ ഒന്ന് ആലോചിക്കണം, നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതുപോലെ മൊഴി മാറി നിങ്ങൾ നിൽക്കുമോ എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ദിലീപ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്നത് തങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം നമുക്ക് പറയാവുന്നത് അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചനയാണ്. അബാദ് പ്ലാസയിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ മാത്രമല്ല മോട്ടീവ് തെളിയിക്കുന്നതിലും ഏറ്റവും പ്രധാനമാണ്. ഈ 2 കാര്യവും തെളിയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബാദ് പ്ലാസയിലെ 410-ാം മുറിയിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടു, കൊട്ടേഷൻ ഉറപ്പിച്ചു, 1.5 കോടിയുടെ എന്നുള്ള കാര്യമാണ്. എന്തിന് അങ്ങോട്ട് പൾസർ സുനി
യമുനയെ ദിലീപ് വിളിച്ചു വരുത്തി എന്നിടത്താണ് ഇതിനുള്ള മോട്ടീവ് പറയുന്നത്. അതായത് അമ്മയുടെ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് അതിജീവിതയും ദിലീപും തമ്മിൽ പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ കാവ്യാമാധവനും അതിജീവിതയും തമ്മിൽ വഴക്കുണ്ടായി. കാവ്യാമാധവൻ കരഞ്ഞു. അവിടെ സിദ്ദിഖ് ഇടപെട്ട് താക്കീത് ചെയ്തു അതിജീവിതയെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ അതിനു മുൻപ് ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞത് അതിജീവിത തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. ഇത് ആരുടെ മൊഴികളാണ്? അമ്മയിലെ ഇതേ താരങ്ങളുടെ ഒട്ടുമിക്ക താരങ്ങളും അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അനുകൂലമായ ഒരു മൊഴി വന്നില്ല. സിദ്ധയിലായി മാറുകയാണ് ഉണ്ടായത്. താൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം പറയുന്നു. ഇടവേള ബാബുവും ഓർക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ മറ്റുള്ള താരങ്ങളും അതേ രീതിയിലുള്ള മൊഴി തന്നെ. അത് ടോമി ഇങ്ങനെ ഒരു പ്രശ്നം വിദേശത്ത് വെച്ച് നടന്നിട്ടില്ല, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുമാത്രമല്ല കാവ്യാമാധവനും എല്ലാവർക്കും ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് നിന്നിട്ടുള്ളത്. കുറെ പേര് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഓർക്കുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പൊള്ളി നല്ലത് പൊള്ളിക്ക്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എൻ്റെ പൊന്നു ദിലീപ്, നിങ്ങൾ മഞ്ജു വാര്യർ ഉള്ള സമയത്താണ് കാവ്യനെ നോക്കിയത്. മഞ്ജു വാര്യർ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും കാവ്യനെ നോക്കിയിട്ടുണ്ടാവും. അല്ലാണ്ട് മഞ്ജു ഉള്ള സമയം തന്നെ കാവ്യനെ നോക്കേണ്ട ആവശ്യം ദിലീപിനില്ലേനോ. അങ്ങനെ കാവ്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാവ്യൻ്റെ കൂടെ ജീവിച്ചു പോയാൽ പോരെ? ഇവിടെ അത്ര വലിയ വിഷയമൊന്നുമില്ലല്ലോ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ മ്യൂച്വലി നല്ല ധാരണയിൽ അവർ ഡിവോഴ്സായി, അത്രയല്ലേ ഉള്ളൂ. ആളുടെ ഭാവിയായി പോയിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ ഭാവി ആയിക്കോളൂ. ഈ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലൊക്കെ എന്തിൻ്റെ ആവശ്യം എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാൻ ആരും ഓർക്കണ്ട, ആരും ഇനി ഓർമ്മിക്കേണ്ട, ആരും ഇനി പറയണ്ട. എന്തായാലും ഈ ഒരു കേസിന് ഇനി മുന്നോട്ട് ഹൈക്കോടതിയിലോ അല്ലെ സുപ്രീം കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ തെളിവുകൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇപ്പം ഉണ്ടായിരുന്ന തെളിവുകളും ഇനി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 10 ആൾ 15 ആൾ ഫേവർ ചെയ്തിട്ടുണ്ട്. ഉള്ളോട്ട് പോകുമ്പോഴേക്ക് അത് വീണ്ടും പകുതിയാവും. അതുകൊണ്ട് നീതി അവിടെ കിട്ടും എന്നുള്ളത് അറിയില്ല. പക്ഷെ നീതിക്ക് വേണ്ടി പരിശ്രമിക്കുക, പോരാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പോരാടിയിട്ടും നീതി കിട്ടുന്നില്ലെങ്കിൽ വളർന്നു കാണിക്കുക. നമ്മളെ തളർത്താൻ വിചാരിച്ചുകൊണ്ട് നമ്മളെടുത്ത് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെടുത്ത് വിജയിച്ച് കാണിക്കുന്നിടത്താണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ വിജയിച്ച് കാണിക്കണം, നമ്മൾ ജീവിച്ച് കാണിക്കണം. അവിടെയാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. തളർത്താൻ ഒരു 10,000 പേരുണ്ടാവും, ജീവിപ്പിക്കാൻ ഒരാളും ഉണ്ടാവില്ല. പക്ഷെ ഈ തളർത്തിയ 10,000 എണ്ണങ്ങളുടെ മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ. കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കണം, റിയാക്ട് ചെയ്യണം എന്നുണ്ട്. ബിക്കോസ് മൈ ഹെൽത്ത് കണ്ടീഷൻ ഇസ് സോ വീക്ക്. കാണുന്നതിൽ നിന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.